നമസ്കാരം, കെവിൻ സാം ആണ്. ഇന്ന് നമ്മൾ സിറ്റി സെന്റർ ധൈര്യ വന്നിരിക്കുകയാണ്. നമ്മുടെ കൂലി എന്നൊരു സിനിമ കാണാൻ വേണ്ടി. ഞാൻ ഇന്ന് റിവ്യൂ കാര്യങ്ങളൊന്നും കണ്ടിട്ട് കുറെ നാട്ടിലെ ഷോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആണ്. ഫസ്റ്റ് ഷോ അല്ല, ലാസ്റ്റ് ഷോ ആണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ലൂസിഫർ 2 ആയിരുന്നു കണ്ടത്. എമ്പുരാൻ കുറെ നാട്ടിലെ ഷോ. അങ്ങനെ സിറ്റി സെന്റർ ധൈര്യ വന്നിരിക്കുകയാണ് കൂലി കാണാൻ. സോ ഏതായാലും വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. ഏതായാലും 14-ാം തീയതി അല്ലേ, നാളെ ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ. അപ്പൊ ഇന്ന് ഏതായാലും ഒരു ദിവസം ഏതായാലും ഭയങ്കര ചൂടായിരുന്നു. ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ വെളിയിൽ വ്ലോഗ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ട്രെയിൻ യാത്രയും പിന്നെ ബസ്സിലെ യാത്ര ഒന്നും വീഡിയോ എടുക്കായിരുന്നു. ബട്ട് സ്റ്റിൽ ഏതായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഏതായാലും ഇവിടെ ഉള്ള കാഴ്ചകൾ, കുറച്ച് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാഴ്ചകൾ ഒന്ന് കാണിക്കാൻ നോക്കും. സോ എനിവേ നമ്മൾ തിയേറ്ററിലോട്ട് പോവാണ്. അതിൽ ആദ്യം ഒന്ന് പെപ്സി ഒന്ന് കുടിക്കട്ടെ, എന്നാലേ കുറച്ച് ക്ഷീണം മാറത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോക്സ് സിനിമയിൽ നമ്മള് കൂലി കാണാൻ പോകും. ഷൂട്ടിംഗ് ആണേലും ഇതിന്റെയൊക്കെ പോസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ പണ്ട് കണ്ട. ഇപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. പക്ഷെ സെറ്റാണ്. ഇപ്പൊ ധേരയിൽ ഇപ്പൊ സിറ്റി സെന്റർ വരുവാണെങ്കിൽ ഈ നമ്മളിപ്പോ പോസ്റ്റേഴ്സ്, പിന്നെ അതിന്റെ ഒരു ഇപ്പൊ ഈ ഒരു വിഷ്വൽസ്, ഇപ്പൊ രജനീകാന്തിന്റെ ഒക്കെ കാണുന്ന വിഷ്വൽസ് ഒക്കെ കാണാൻ ഭയങ്കര രസം. പണ്ട് ഇവിടെ ഇപ്പൊ എമ്പുരാൻ ഇറങ്ങിയ സമയത്ത് ഇതുപോലെ വിഷ്വൽ കാണിച്ചത് ഇപ്പൊ ഇവിടെയും കാണിക്കുന്നു. സോ സെറ്റ്. പിന്നെ ഇവിടെ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ 4-5 നടന്മാരുണ്ടല്ലോ. പിന്നെ രജനീകാന്ത്, പിന്നെ ഉപേന്ദ്രയെ കാണിച്ചു, പിന്നെ ഇപ്പം ആരെ ഇപ്പോൾ നാഗാർജുനെയൊക്കെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതിനകത്തൊരു വീഡിയോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ 50th ആനിവേഴ്സറിയുടെ ആഘോഷവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. സോ അത് കാണാൻ ഒരു സെറ്റാണ്. 50th ആനിവേഴ്സറി രജനീകാന്തിൻ്റെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ വാർ 2 മൂവി ഒക്കെ ആയിട്ടുള്ള മത്സരമാണ്. ഇപ്പൊ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കൂടിയാണ്. കൂടി ഓഫ് കൂടി. അപ്പം സിനിമ ഇനി തുടങ്ങി കഴിയുമ്പോൾ ഇനി എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. പടം കണ്ടു കഴിയുമ്പോൾ ഓർക്കാം, പുറത്തിറങ്ങിയിട്ട് റിവ്യൂ പറയാം. ഇപ്പൊ ഏതായാലും സമയം 6:30 ആവാറായി. സോ സിനിമ കണ്ടതിന് ശേഷം ബാക്കി പിക്ചർ അഭി ബാക്കി. ഏതായാലും 50th ആനിവേഴ്സറി, രജനീകാന്തിൻ്റെ 50th ആനിവേഴ്സറിൻ്റെ സെലിബ്രേഷനാണ് നമ്മളിപ്പോൾ എയറോ സിറ്റി സെൻറ്ററിൽ കാണുന്നത്. അതാണ് ഇത്രയും ബഹളവും കാര്യങ്ങളും. സോ സാറിന് ഇത്രയും ബഹളവും കാര്യങ്ങളും ഇഷ്ടമല്ല. ബട്ട് സ്റ്റിൽ ഞാൻ ഏതായാലും മുമ്പ് ഇഷ്ടപ്പെടുന്നുണ്ട് ചെറുതായിട്ട്. ഞാൻ ചെറിയ രജനി ഫാനാണ് ബൈ ദ ബൈ. അപ്പോൾ ഏതായാലും നാട്ടിലായ അല്ലെങ്കിൽ പോലും അല്ല UAE വരുമ്പോൾ ആകെപ്പാട് നാട്ടിലെ വൈബ് കിട്ടുന്നത് ഈ സിറ്റി സെൻറ്റർ നേരെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ മൂവി. മണി 6:30 ആവാറായി. ലെറ്റ്സ് ഗോ. അങ്ങനെ സഹോദരങ്ങളെ, പടമൊക്കെ കഴിഞ്ഞ് ഒരു 9 മണിക്കൂർ കഴിഞ്ഞ് സിനിമ നിങ്ങൾ നേരത്തെ 9 hours ലേറ്റർ 10 hours ലേറ്റർ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അയ്യോ, കാരണം ഇന്നലെ രാത്രിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല ഇത്. ഇന്നലെ ചെറിയ ഒരു പണി കിട്ടി, ഫോണിന്റെ ബാറ്ററി തീരാറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് എന്താ സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ 9:30 കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബസ് പിടിക്കാൻ വേണ്ടി പിന്നെ അവിടെ നിന്ന് കുറെ നടന്നു. പിന്നെ ബസ് 10 മണിക്ക് 10:15 വരും പറഞ്ഞിട്ട് വന്നത് 10:45 ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം 12 മണിയായി. പിന്നെ കുളിച്ച് സെറ്റായി പിന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. എനിക്ക് അത്രയ്ക്ക് ക്ഷീണമായിരുന്നു ഇന്നലെ. ആ അങ്ങനെ ഏതായാലും രാത്രി പടം കണ്ടു. ഇന്നലെ രാത്രി പടം കണ്ടു വന്നു. ഓക്കെ ഗൈസ്, എനിവേ പടം വലിയ കുഴപ്പമില്ല. പക്ഷെ ഉള്ള കാര്യം പറയാൻ ഞാനൊരു ലോകേഷ് പടം കാണാൻ പോയി. പക്ഷെ ഒരു സാധാരണ ഒരു തമിഴ് പടം കണ്ട ഫീലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതിനകത്ത് അമീർ ഖാന്റെ സ്പെഷ്യൽ അപ്പിയറൻസും പിന്നെ നാഗാർജുന്റെ അപ്പിയറൻസില് അതിനകത്ത് വില്ലനായിട്ടുള്ള ഒരു അപ്പിയറൻസും പിന്നെ ഉപേന്ദ്രയുടെ ക്യാമിയോ ഇത് കണ്ടാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയാണെന്നുള്ളത്. പക്ഷെ ബട്ട് സ്റ്റിൽ എനിക്കൊരു പക്ഷെ ഒരു നോർമൽ ഒരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കൂലി. പിന്നെ വേറെ കാര്യം പറയുകയാണെങ്കിൽ കൂലിയില് ഇപ്പൊ ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ പറഞ്ഞ ഇപ്പം വിക്രം, കൈദി, അങ്ങനെയൊക്കെ ഇപ്പൊ ഈവൻ ലിയോ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ഫ്ലാഷ് ബാക്ക് ഇത്ര മോശമാണ്. ഞാനന്ന് കഴിഞ്ഞ വർഷം എനിക്ക് കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്റെ യൂട്യൂബ് വീഡിയോ നോക്കി കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്താണ് ആ പടം കണ്ടത്. പക്ഷെ എല്ലാ സ്റ്റിൽ പിന്നെ OTT വന്നപ്പോ എനിക്കും സാറിന് എല്ലാവരും തോന്നിയ പോലെ എനിക്ക് തോന്നി തുടങ്ങി. ഫ്ലാഷ് ബാക്ക് സീൻ കുറച്ചുകൂടെ വീക്കായി പോയി. അപ്പൊ എനിവേ പടം, പക്ഷെ ഈ ഒരു പടം വരെ ഞാൻ ഒട്ടുമേ എൻജോയ് ചെയ്തില്ല.
എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത് ഞാനൊരു ഒരു നോർമൽ തമിഴ് പടം കണ്ടു വന്ന ഫീലായിരുന്നു കിട്ടി. പിന്നെ ഇതിനകത്ത് സൗബിനാണ് ശരിക്കും വില്ലനായിട്ട് തകർത്തത് അർജുനെക്കാട്ടും. അർജുനൊരു ഇങ്ങനെ ലിക്കർ അടിച്ച് ഇങ്ങനെ കിളുപോയൊരു വില്ലനായിട്ടാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇന്നത്തെ സൗബിനായിരുന്നു ശരിക്കും ഈ സ്റ്റോളിഷ്. അതാണ് അങ്ങനെ പറയുന്നത് കുറച്ചുകൂടി ശരി. പിന്നെ രജനീകാന്ത് ആണേലും സത്യം പറഞ്ഞ രജനീകാന്തിനെ കൊണ്ട് ഇനി അടുത്ത ജയിലർ 2 ആണ് ഇനി അടുത്ത വരാനിരിക്കുന്നത്. പക്ഷെ ഇനി എന്റെ ഒരു അഭിപ്രായം രജനീകാന്ത് ഇനി റിട്ടയർമെന്റിന്റെ അടുത്ത് നിർത്തുന്നത്. കാരണം ഐ ഡോണ്ട് നോ, ബട്ട് രജനീകാന്ത് ഒരു ഇപ്പൊ കഴിഞ്ഞ ജയിലർ 1 കണ്ടവർക്ക് അറിയാം. പിന്നെ ഈവൻ വേട്ടയാൻ കണ്ടവർക്ക് അറിയാം. അതിനകത്ത് രജനീകാന്തിന്റെ ഒരു ഫൈറ്റ് സീനും പിന്നെ രജനീകാന്തിന്റെ ഒരു ഒരു അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഏച്ച് കെട്ടൽ പോലെ, എന്താ പറയാ, ഒരു വയ്യാതെ ഇങ്ങനെ ഇപ്പൊ ഡയറക്ടർ ആക്ഷൻ കട്ട് എന്ന് പറയുന്നത് ചെയ്യിപ്പിക്കുന്നതാണ് കണ്ട ഫീൽ ചെയ്യും. ഒരിക്കലും ഒരു എന്താ പറയാ ഒരു ഒറിജിനാലിറ്റി തോന്നുന്നേ ഇല്ല. പുള്ളി കൊണ്ട് വരുന്നതുകൊണ്ട് ഭയങ്കര തീരെ വയ്യാത്ത രീതിയിൽ ഒരു സ്മൂത്ത് അല്ല. എന്നാ ഇപ്പൊ മമ്മൂട്ടിയൊക്കെ സിനിമ അഭിനയിക്കുമ്പോഴും ഈവൻ ഏകദേശം 75 ഇയേഴ്സ് അഭിനയിക്കുമ്പോൾ സ്മൂത്താണ്. പക്ഷെ ഇതിനകത്തിന് അഭിനയം ഒട്ടുമേ സ്മൂത്താണ്. പിന്നെ ഒരു മിക്കവാറും അടുത്ത വർഷം കൂടെ ഉള്ളെന്നാണ് പറയുന്നത്. ജയിലർ 2 കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രജനീകാന്തിന്റെ ബയോപിക് മൂവിയിലോട്ടുള്ള പ്രോസസ്സിനാണ് ഇവിടെ അഭിനയം നിർത്താന്നൊക്കെയാണ് കേൾക്കുവാൻ സാധിച്ചത്. പിന്നെ അതിനെപ്പറ്റി പിന്നെ നമ്മൾ പറയുന്നില്ല. പക്ഷെ എനിവേ ഈ കൂലി ഒട്ടും ആകത്തില്ല. ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ. എന്താ പറയാ, 1000 കോടി അടിക്കും, 1000 കോടി അങ്ങനെ അടിക്കും ഇങ്ങനെ അടിക്കും. പക്ഷെ 1000 കോടി അടിച്ചിട്ട് 100 കോടി 500 കോടി അടിക്കുമെന്ന് ദൈവത്തിനറിയാം. അപ്പൊ എനിവേ പടമൊക്കെ കണ്ട ഇതൊക്കെയാണ് എന്റെ ഒപ്പീനിയൻ. പിറ്റേ ദിവസം വെളുപ്പിനെ പറയാൻ നോക്കി, രാവിലെ കണ്ണു തുറന്ന് എണ്ണീറ്റ് അങ്ങനെ പിന്നെ പറഞ്ഞു. അപ്പൊ ശരി, ഓക്കെ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി ഇതുവരെ. സോ ടേക്ക് കെയർ, ബൈ.